നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ജൂൺ മാസം 21-ാം തീയതി മിഥുന മാസത്തിലെ 30 വെള്ളിയാഴ്ചയോട് ചേർന്ന് വരുന്ന പൗർണമിയാണ് നാളെ. ദേവി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് വെള്ളിയാഴ്ചയും പൗർണമി പോലെയുള്ള ദിവസങ്ങൾ. എന്നാൽ നാളെ 30 വെള്ളിയാഴ്ചയും പൗർണമിയും ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഈ ദിവസത്തിന് അത്രയേറെ സവിശേഷതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും 10 മടങ്ങ് ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക. സാധിക്കാത്തവർ വീട്ടിൽ തന്നെ വിളക്ക് കൊളുത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ വഴിപാടുകൾ ചെയ്ത് ലക്ഷ്മി പൂജ നടത്തി മനസ്സുരുക്കി പ്രാർത്ഥിക്കാവുന്നതാണ്. പൊതുവായി അമാവാസി, പൗർണമി പോലെയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഊർജം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്നതുമാണ്. നാളെ 30 വെള്ളിയാഴ്ചയും പൗർണമിയും കൂടിച്ചേർന്ന് വരുന്ന ഈ അത്ഭുതകരമായ ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട അതിശക്തിയാർന്ന 3 വഴിപാടുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നാളെ വെള്ളിയാഴ്ചയും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന ഈ ദിവസത്തിൽ ഇനി പറയുന്ന വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. മാത്രമല്ല യാതൊരു വിധത്തിലുള്ള കൺദൃഷ്ടിയും പിന്നീട് നിങ്ങളെ ബാധിക്കുന്നതല്ല. ഇതിനെല്ലാം ഉപരി കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്നതുമാണ്. ഇനി നാളെ ഈ 3 വഴിപാടുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നാളെ അതിരാവിലെ കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി വേണം ഇനി പറയുന്ന കാര്യം ചെയ്യുവാൻ. ഒരു ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ മൺവിളക്കിലോ കല്ലുപ്പെടുക്കുക. അതിനുശേഷം ഒരു നാരങ്ങ 2ആയി മുറിച്ച് നാരങ്ങയുടെ ഒരു മുറിയിൽ മഞ്ഞളും അടുത്ത മുറിയിൽ കുങ്കുമവും വെക്കുക. പിന്നീട് ഈ 2 നാരങ്ങ മുറിയും കല്ലുപ്പിന് മുകളിലായി വെക്കുക. അതിനുശേഷം ഈ ബൗൾ വീടിന്റെ പ്രധാന വാതിലിന്റെ സൈഡിലായി വെക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ തീർച്ചയായും കല്ലുപ്പിന് മുകളിൽ നാരങ്ങ ഇതേ രീതിയിൽ വെക്കേണ്ടതാണ്. കാരണം കൺദൃഷ്ടി പൂർണ്ണമായും ഇല്ലാതാകുവാനും ദുഷ്ടശക്തികൾ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കുവാനും പോസിറ്റീവ് ഊർജത്തെ അല്ലെങ്കിൽ നല്ല ശക്തികളെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കുവാനുമാണ് ഈ രീതിയിൽ നാരങ്ങ വെക്കുന്നത്. ഇത് കൂടാതെ നിങ്ങളുടെ ഉമ്മറ വാതിലിൻ്റെ ഇരുവശങ്ങളിലുമായി ഓരോ മൺവിളക്ക് കൊളുത്തി വെക്കുന്നതും നല്ലതാണ്. ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് നാളെ വെള്ളിയാഴ്ചയും പൗർണമിയും കൂടി ചേർന്ന് വരുന്ന ദിവസം നമ്മൾ ഏതൊരു പ്രാർത്ഥന നടത്തിയാലും അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്താലും അതിന് പൂർണ്ണമായ ഫലം ലഭിക്കുന്നതാണ്. ഈ രീതിയിൽ നാരങ്ങ വെക്കുമ്പോൾ ഓരോ മുറി നാരങ്ങയിലും ഒരു ഗ്രാമ്പു കൂടി വെക്കുക. അതായത് ഓരോ ഗ്രാമ്പു നാരങ്ങയിൽ തിരുകി വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമതായി ചെയ്യേണ്ട വഴിപാട് ഏതാണെന്നാൽ മാസം മുഴുവനും നമ്മുടെ കുടുംബത്തിൽ കുറയാത്ത അളവിൽ ധനധാന്യങ്ങൾ വന്നു ചേരുവാൻ ചെയ്യേണ്ട വഴിപാട് ഏതാണെന്ന് നോക്കാം. ഈ ഒരു പരിഹാരവും നല്ല ശുദ്ധവൃത്തിയോടുകൂടി വേണം ചെയ്യുവാൻ. ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാൽ അതിനു പകരം വീട്ടിലുള്ള പുരുഷന്മാർക്കോ മറ്റാർക്കെങ്കിലുമോ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷവും ഒരു കാരണവശാലും ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പാടില്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ഇന്ന് പൗർണമി ദിവസം ഈ ഒരു വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് വരുന്ന പൗർണമി ദിവസം ഈ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഈ വഴിപാട് ചെയ്യുവാൻ പ്രധാനമായും ആവശ്യമുള്ളത് വെറ്റിലയാണ്. വെറ്റില എടുക്കുമ്പോൾ ഒരു വെറ്റില മതിയാകും. വെറ്റില നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കുക. അതിലേക്ക് ധനാകർഷണ വസ്തുക്കൾ വെക്കാവുന്നതാണ്. ഇനി വെക്കുമ്പോൾ 3 അല്ലെങ്കിൽ 5, 7 എന്നിങ്ങനെ കണക്കിൽ ധനാകർഷണ വസ്തുക്കൾ ഇതിലേക്ക് വെക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ പക്കൽ 5 അല്ലെങ്കിൽ 7 വസ്തുക്കൾ ഇല്ല എങ്കിലും ഇനി പറയുന്ന 3 വസ്തുക്കൾ നിർബന്ധമായും വെക്കേണ്ടതാണ്. വെറ്റിലയ്ക്ക് മുകളിൽ 21 പച്ചരിയും ഒരു ഏലയ്ക്ക, ഒരു ഗ്രാമ്പൂ, ഈ 3 വസ്തുക്കളാണ് വെക്കേണ്ടത്. ഇനി ഇതിനോടൊപ്പം തന്നെ പച്ചക്കർപ്പൂരമുണ്ടെങ്കിൽ അത് വെക്കാവുന്നതാണ്. കൂടാതെ കവിടി ഉണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ്. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുക്കളാണ് ഇതിലേക്ക് വെക്കേണ്ടത്. ഈ 3 വസ്തുക്കൾ വെച്ചതിന് ശേഷം വെറ്റില നല്ലതുപോലെ മടക്കി ഒരു നൂലുപയോഗിച്ച് കെട്ടിവെക്കാവുന്നതാണ്. ഇനി നൂലെടുക്കുമ്പോൾ സാധാരണ വെള്ള നൂലെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെള്ള നൂലിൽ കുറച്ച് മഞ്ഞൾ തടവി ആ നൂലുപയോഗിച്ചും ഇത് കെട്ടിവെക്കാവുന്നതാണ്. വെറ്റില നല്ല രീതിയിൽ കെട്ടിവെച്ചതിന് ശേഷം അതിനു മുകളിലായി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊടുക. അതിനുശേഷം ഈ കെട്ടിയ വെറ്റില
നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ വെക്കാവുന്നതാണ്. ഇനി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇല്ല എങ്കിൽ ഏത് ദേവിയുടെ ഫോട്ടോ ആണോ ഉള്ളത് ആ ഫോട്ടോയ്ക്ക് മുൻപാകെ ഈ വെറ്റില വെച്ച് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അതായത് കുറയാത്ത രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എപ്പോഴും നിലനിൽക്കണമെന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കെട്ടിയ വെറ്റില നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ അലമാരയിലാണ് പണം വെക്കുന്നതെങ്കിൽ പണം വെക്കുന്ന അലമാരയിലോ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ വാലറ്റിലോ അങ്ങനെ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ ഈ വെറ്റില വെക്കാവുന്നതാണ്. ഇനി പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ ഞാൻ പണം വയ്ക്കാറില്ല, അതിനുള്ള പണമൊന്നും എൻ്റെ പക്കലില്ല, അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ വീടിൻ്റെ കുബേര മൂലയിൽ, അതായത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ വെറ്റില വെക്കാവുന്നതാണ്. ഇങ്ങനെ വെക്കുന്ന ഈ വെറ്റില 3 ദിവസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 3 രാത്രിക്ക് ശേഷം, അതായത് തിങ്കളാഴ്ച രാവിലെ ഈ വെറ്റില അഴിച്ച് അതിലെ പച്ചരിയും ഗ്രാമ്പൂവും ഏലക്കയും നിങ്ങളുടെ പണപ്പെട്ടിയിൽ എടുത്തു വെക്കാവുന്നതാണ്. ഇനി അലമാരയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ പണമൊന്നുമില്ല എങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് ബൗളിൽ 11 രൂപ വെച്ച് അതിനോടൊപ്പം ഈ 3 വസ്തുക്കളും എടുത്തു വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വെക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ പണവരവ് ഉണ്ടാകുന്നതാണ്. ഇനി മൂന്നാമത്തേത് വളരെ ലളിതമായി തന്നെ ആർക്കും ചെയ്യാവുന്ന ഒരു വഴിപാടാണിത്. ബേ ലീഫിൽ ചെയ്യേണ്ട അതിസൂക്ഷ്മമായ ഒരു പരിഹാരമാണിത്. ഒരു ബേ ലീഫ് എടുക്കുക. ബേ ലീഫ് എന്നാൽ കറുകപ്പട്ടയുടെ ഇലയാണ്. മസാലക്കൂട്ടുകൾ വാങ്ങുമ്പോൾ അതിനുള്ളിൽ ഈ ഒരു ഇല നമുക്ക് ലഭിക്കുന്നതാണ്. നാളെ മിഥുന മാസത്തിലെ പൗർണമിയാണ്. പൗർണമി നിലാവ് ഉദിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വന്നോ അല്ലെങ്കിൽ ടെറസിലോ ബാൽക്കണിയിലോ നിന്നുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. പൗർണമി നിലാവ് കാണുന്ന രീതിയിൽ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുക. പിന്നീട് നിങ്ങളുടെ കടങ്ങൾ തീർക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എത്ര തുകയാണോ വേണ്ടത് ആ ഒരു എമൗണ്ട് ഈ ബേ ലീഫിൽ എഴുതാവുന്നതാണ്. ഞാനിവിടെ 5 ലക്ഷം വേണം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ കടങ്ങൾ തീർക്കുവാൻ ടോട്ടൽ എത്ര തുകയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു തുക ഈ ഇലയിൽ എഴുതാവുന്നതാണ്. ഇനി എഴുതുമ്പോൾ പച്ച അല്ലെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ നീല ഈ നിറത്തിലുള്ള പേന കൊണ്ട് ഇത് എഴുതാവുന്നതാണ്. ഗ്രീൻ, ബ്ലൂ അല്ലെങ്കിൽ റെഡ് നിറത്തിലുള്ള പേന, സ്കെച്ച്, മാർക്കർ ഇവയിൽ ഏതുകൊണ്ടും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ബേ ലീഫിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എഴുതിയതിനു ശേഷം പൗർണമി നിലാവ് ദർശിച്ച് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. പൗർണമി നിലാവ് എത്രത്തോളമാണോ പ്രകാശപൂരിതമാകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും പ്രകാശിക്കണമെന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ബേ ലീഫ് നിങ്ങളുടെ പണപ്പെട്ടിയിലോ അലമാരയിലോ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ വാലറ്റിലോ വെക്കാവുന്നതാണ്. ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അവിടുത്തെ ക്യാഷ് ബോക്സിലും ഇത് വെക്കാവുന്നതാണ്. നാളെ 30 വെള്ളിയാഴ്ചയോട് ചേർന്ന് വരുന്ന പൗർണമി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന 3 വഴിപാടുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. ഈ 3 വഴിപാടുകളും ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുന്നവർക്ക് 3 വഴിപാടുകളും ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് ഈ 3 വഴിപാടുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വഴിപാട് ഏതാണോ അത് മറക്കാതെ തന്നെ ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന സാമ്പത്തിക ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.